ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ പൊടിയൊന്നും ഇടാതെ നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് സാമ്പാർ പരിപ്പാണ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു സവാള അരിഞ്ഞതുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുമ്പളങ്ങയുടെ ഒരു 1/4 ഭാഗമാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി എടുത്തേക്കുന്നത് ഒരു വഴുതനങ്ങയാണ്. വഴുതനങ്ങ മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളകും 6-7 ചെറിയ ഉള്ളി പൊളിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ ഇട്ടതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് സാമ്പാർ എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നീട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ വെള്ളം ഒഴിക്കേണ്ടി വന്നാൽ നല്ലപോലെ തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ, പച്ചവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി അതിൻ്റെ കൂടെ തന്നെ അല്പം പുളി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കഷ്ണങ്ങളെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാം. ഒരു വിസിൽ കേട്ടിട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു വറ്റൽ മുളകും അല്പം കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേ സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കഷ്ണത്തിന് കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നല്ലോ, അതുകൊണ്ട് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇടണ്ട. ഇനി ഈ പൊടികളെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത പൊടികൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചൂടാക്കിയെടുത്ത പൊടിയെല്ലാം കൂടെ നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി വെക്കാം. ഇനി ഞാൻ വെണ്ടയ്ക്കായും തക്കാളിപ്പഴവും മുരിങ്ങയ്ക്കായും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിപ്പഴവും വെണ്ടയ്ക്കായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് സാമ്പാറിന് ആവശ്യമായി ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. ഉപ്പുണ്ടോ നോക്കണം. നമ്മൾ കഷ്ണത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഉപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ട് തിളപ്പിക്കണം. അപ്പോഴത്തേനും നമ്മുടെ കഷ്ണമെല്ലാം നല്ലപോലെ വെന്ത് വരും. ഈ ഒരു സമയത്ത് നമുക്ക് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.